മലപ്പുറം കരുവാരക്കുണ്ടിൽ നിന്ന് ഇന്നലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ കാണാതെ പോയി. സ്കൂളിൽ പോകുന്നെന്നും പറഞ്ഞ് രാവിലെ പോയതാണ്. സ്കൂളിൻ്റെ നട വരെ എത്തിയതിന് ശേഷം പെൺകുട്ടി പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. പെൺകുട്ടിയെ പിന്നെ സ്കൂളിൽ ചെന്നിട്ടില്ല. തിരിച്ച് വരുന്ന സമയം കഴിഞ്ഞപ്പോൾ വീട്ടുകാർ കാണാത്തതിനെ തുടർന്ന് അന്വേഷണം തുടങ്ങി. എന്നിട്ട് ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇതിനു മുമ്പ് ഈ കുട്ടിക്ക് ഒരു ആൺ സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സുഹൃത്തുമായിട്ട് ഇത്തിരി പ്രശ്നങ്ങൾ 1-2 പ്രാവശ്യം നടന്നു എന്ന് ബന്ധുക്കാർ തന്നെ അവർ പറയുന്നുണ്ട്. അത് പറഞ്ഞ് വിലക്കിയായിരുന്നു. അത് +1 പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ കുട്ടിയുടെ പേരോ ഫോട്ടോയോ ഒന്നും വെളിപ്പെടുത്തിയില്ല. പക്ഷേ ഇന്നലെ ആ പെൺകുട്ടിയെ കാണാതെ പോയതിന് ശേഷം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ പരാതി കൊടുക്കുകയും എന്നിട്ട് അന്വേഷണം തുടരുകയും ചെയ്തു. ഇന്നിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ മൃതശരീരം തൊടിയപുരം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള പൊന്തക്കാട്ടിൽ നിന്നും കണ്ടെത്തി. കുട്ടി മരണമടഞ്ഞു. അപ്പോൾ ഈ ആൺ സുഹൃത്തിനെയാണ് സംശയം. പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അതിൽ പുള്ളിക്കാരൻ പറഞ്ഞു ഇതുപോലെ കഴുത്ത് ഞെരിച്ച് കൊന്നു, ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നമുക്ക് ആ വാർത്തയിലേക്ക് പോവാം. കുണ്ടിൽ കാണാതായ 9ാം ക്ലാസ്സുകാരി കൊല്ലപ്പെട്ട നിലയിൽ കേസിൽ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലൈംഗിക അതിക്രമം നടത്തിയെന്നും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയെന്നും ആൺസുഹൃത്ത് പോലീസിന് മൊഴി നൽകി. ഇന്നലെ കാണാതായ കുട്ടിയുടെ മൃതദേഹം വാണിയമ്പലം തുടികപ്പുലം റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നാണ് കണ്ടെത്തിയത്. കൈകൾ വസ്ത്രം ഉപയോഗിച്ച് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ബാഗിനകത്ത് വസ്ത്രങ്ങളുണ്ടായിരുന്നു. ആ വസ്ത്രങ്ങൾ എടുത്ത് കൈയൊക്കെ കൂട്ടിക്കെട്ടി +1 പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഈ വേല ചെയ്തിരിക്കുന്നത്. അപ്പം അത്രയ്ക്കുള്ള പ്രായമേ അതിനായുള്ളൂ. പക്ഷെ അത് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാൻ ഇതിന് കഴിയുമോ എന്ന് ചോദിച്ചാൽ അതും അവിടെ ഒരു ഡൗട്ടാണ്. ജംഷീർ കുടിഞ്ഞിയുണ്ട് ഈ സംഭവ സ്ഥലത്ത് നിന്നും. ജംഷീർ, ഈ ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തോ? എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? ഹാജി ആൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും നിർണായകമായ വിവരം ഈ കൊലപാതകം ഈ ആൺസുഹൃത്ത് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിന് ഈ ആൺസുഹൃത്ത് മൊഴി നൽകിയിരിക്കുന്നത് പ്രകാരം കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയിട്ടുള്ളത്. ലൈംഗിക അതിക്രമവും നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസിന് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത ഈ ആൺസുഹൃത്ത് മൊഴി നൽകിയതായുള്ള കഴുത്ത് ഞെരിച്ചാണ് കൊന്നതെന്നും അവനാണ് കൊന്നതെന്നും ബലാത്സംഗം ചെയ്താണ് കുട്ടിയെ കൊന്നിരിക്കുന്നത് വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി, അതായത് ഏതാണ്ട് 6:30 കൂടി ഈ പരിസരത്ത് നിന്ന് ആ പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഒരല്പം വൈകും, ഞാൻ എത്തും, പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ട്. ആ ഫോൺ നമ്പർ ട്രേസ് ചെയ്തുകൊണ്ട് ഇന്നലെ രാത്രി പോലീസ് ഈ പരിസരത്ത് ഈ കുട്ടി മരിച്ചു കിടന്ന ആ പരിസരത്ത് നിന്ന് ഈ പെൺകുട്ടി അമ്മയ്ക്ക് വിളിച്ചെന്ന്, വൈകിട്ട് എത്തുമെന്ന് പറഞ്ഞെന്ന്, സ്കൂൾ വിട്ട് വരുന്ന കാര്യമായിരിക്കും. പക്ഷേ കുട്ടി സ്കൂളിൽ പോയിട്ടില്ല. രാവിലെ സ്കൂളിൻ്റെ നട വരെ പോയുള്ളൂ എന്നാണ് ന്യൂസിൽ അറിയാൻ കഴിഞ്ഞത്. പോയിട്ട് പിന്നെ ഈ പയ്യനുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സ്ഥലം ട്രാക്കിൻ്റെ പാളത്തിൻ്റെ അവിടെയൊക്കെ ഇന്നലെ അന്വേഷിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ കിടന്നത് അതിനോടടുത്തുള്ള ഒരു കാട്ടിൻ്റെ ഇടയിൽ, ഒരു പൊന്തക്കാട്ടിലാണ് ഈ കുട്ടിയെ കണ്ടെത്തിയത്. സമീപത്തുള്ള തുടികപ്പുലം റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെല്ലാം തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു. ആ സമയത്ത് ഈ പയ്യൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ടായിരുന്നു. പോലീസിനെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോവുകയും സമീപത്തൊരു വീട്ടിൽ വന്ന് വെള്ളം കുടിക്കുകയും പയ്യൻ എന്നിട്ട് ഇന്നലെ ആ പരിസരം ഫുള്ള് കറങ്ങി. ട്രാക്കിൻ്റെ ആ ഭാഗം ഫുള്ള് ഈ പയ്യനുണ്ടായിരുന്നു. എന്നിട്ട് പോലീസ് അവിടെ അന്വേഷണമൊക്കെ നടത്തിയ സമയത്ത് ഇവൻ ഒന്നും അറിയാത്ത ലക്ഷണത്തിൽ, ഇപ്പം ശ്രദ്ധിക്കൂലല്ലോ, കൊച്ചുകുട്ടിയല്ലേ, അപ്പം ശ്രദ്ധിക്കൂല. പോലീസായിരുന്നാലും അതിന് അത്രത്തോളം അങ്ങനെ ചിന്തിക്കൂല. അപ്പം ഈ പയ്യൻ പോലീസിനെ കണ്ടിട്ട് അവിടെ നിന്ന് പതുക്കെ മാറി വേറൊരു സ്ഥലത്തോട്ട് ചെന്ന് വേറെ ഒരു വീട്ടിലോട്ട് ചെന്നു, വെള്ളം വാങ്ങിച്ചു കുടിച്ചു. എന്നിട്ട് ആ വീട്ടുകാർക്ക് പോലും സംശയം ഉണ്ടായില്ല. കൊച്ചുകുട്ടി ആയതുകൊണ്ട് അങ്ങനെ സംശയിക്കാറില്ല. അതാണ് പറയണ, ഇവൻ മാത്രമായിരിക്കുമോ ഈ ചെയ്തത്. ആ വീട്ടിൽ നിന്ന് കുട്ടിയുടെ ആൺസുഹൃത്തിന്റെ അച്ഛനെ വിളിക്കുകയും അച്ഛനെ വിളിച്ച് താൻ ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട്, തന്നെ വിളിക്കാൻ വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയും അങ്ങനെ അച്ഛൻ കൂട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ആ പോലീസിനൊപ്പം പയ്യൻ ആ വീട്ടിൽ ചെന്ന് വെള്ളം കുടിച്ചതിന് ശേഷം അവരെ ഫോൺ മേടിച്ചിട്ട് ഇതുപോലെ അച്ഛനെ വീട്ടിൽ വിളിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചതിന് ശേഷം ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, വന്ന് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു.
കഷ്ടം. ഒപ്പവും അതോടൊപ്പം തന്നെ ഈ കാണാതായ സമയത്തൊക്കെ പരിസരത്ത് ഈ നാട്ടുകാരെല്ലാവരും ചേർന്നായിരുന്നു ഈ പരിസരത്ത് പരിശോധന നടത്തിയിരുന്നത്. കുട്ടിയെയും അതോടൊപ്പം തന്നെ ഈ പയ്യനെ കുറിച്ചും അന്വേഷണം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അന്ന് ആ സമയത്ത് ഇന്നലെ അന്വേഷണത്തിൽ നിന്ന് ഉണ്ടായിരുന്ന നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൂടി നമ്മുടെ ഒപ്പം ചേരുകയാണ്. നിങ്ങളുടെ പേരെന്താ? എൻ്റെ പേര് മൂസിൻ. ഇന്നലെ എപ്പോഴാണ് പോലീസ് ഇവിടെ വരുന്നത്? ഒരു 8:30 ആകുമ്പോഴാണ് ഇവിടെ തൊടുകപ്പുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോലീസ് എത്തുന്നത്. അപ്പോൾ അല്ല, പെട്ടെന്ന് പോലീസ് വന്ന് റെയിൽവേ സ്റ്റേഷനിൽ കയറുന്നു. റെയിൽവേ സ്റ്റേഷനിൽ കയറിയിട്ട് അവർ പറയുന്നത് എന്താ വെച്ചാൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു 200 മീറ്റർ പരിധിയിൽ എന്താ വെച്ചാൽ ഈ നമ്പർ ഓണാണ് എന്നുള്ളതാണ് അവർ പറഞ്ഞത് കാര്യം. അങ്ങനെ അത് വെച്ചിട്ട് നമ്മൾ തുടങ്ങിയ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗങ്ങളിലൊക്കെ പരിശോധിക്കുമ്പോൾ അവിടെ ഒന്നും ആരും കാണുന്നില്ല. പക്ഷെ ഈ പെൺകുട്ടി വിളിച്ച നമ്പറിൽ പിന്നെ അങ്ങോട്ട് വിളിച്ചു നോക്കി, പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് കാണാത്തത് കൊണ്ട് അവർ വിളിച്ചു നോക്കിയപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അപ്പോഴൊക്കെ അവൻ അവിടെ അപ്പം അവൻ്റേന്നായിരിക്കുമോ എടുത്ത് വിളിച്ചിട്ടുള്ളത്, അവൻ്റേതായിരിക്കാം. പിന്നെ അത് ഫോൺ സ്വിച്ച് ഓഫ്. എത്ര കൊച്ചു കുട്ടിയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനറിയാമായിരുന്നല്ലോ. ഇപ്പോഴുള്ള മക്കളെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോഴേക്കും അവൻ അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു 200 മീറ്റർ മാറി തൂര് ഭാഗത്തോട്ടാണ് രണ്ടാമത് വീണ്ടും സൈബർ സെല്ലിൽ നിന്ന് അന്വേഷിക്കുന്ന സമയത്ത് പോലീസ് പറഞ്ഞത് ഞങ്ങൾ ആ ഭാഗം അന്വേഷിക്കുന്നു. അടുത്തൊരു 200 മീറ്റർ മാറി വീണ്ടും ടവർ ലൊക്കേഷൻ കാണിച്ചെന്ന് പറഞ്ഞാൽ 2 പ്രാവശ്യം ടവർ ലൊക്കേഷൻ മാറി. പിന്നെ അതിനുശേഷം ആ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴാണ് പിന്നെ ഒരു വീട്ടിൽ കയറി വെള്ളം ചോദിച്ചു എന്ന് പറയുന്നത്. ഏകദേശം ഒരു 9 മണി ആ സമയമാകുമ്പോഴേക്കും അവിടെ ഒരു വീട്ടിൽ കയറിയിട്ട് അവിടുന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. അത് ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള വീടായി. ആ റെയിൽവേ സ്റ്റേഷനോട് ഏകദേശം ഒരു 3/4 കിലോമീറ്ററോളം നടന്നു പോകാനുള്ള ദൂരമുണ്ട്. എന്തെങ്കിലും റോഡ് മാർഗവും കാര്യങ്ങളൊന്നും ഇല്ല. രാത്രി 9 മണിക്ക് ഇപ്പം ഈ പയ്യൻ മിക്കവാറും ഈ കുട്ടിയെ കഴുത്തൊക്കെ ബലാത്സംഗം ചെയ്ത് കഴുത്ത് ഞെരിച്ചൊക്കെ കൊന്നതിന് ശേഷം പൊന്തക്കാട്ടിലൊക്കെ ഇട്ടതിന് ശേഷം ഒരിക്കും അവിടെ പോയി വെള്ളം കുടിക്കുന്ന വെപ്രാളവും പേടിയെല്ലാം കൂടെ കൊണ്ടായിരിക്കും വെള്ളം കുടിച്ചിട്ടുള്ളത്. എന്നിട്ടാണ് എടുത്തു വെച്ച് അതിൻ്റെ വീട്ടിൽ വിളിച്ചപ്പോഴത്തേക്ക് വീട്ടുകാർ വന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്ത്. വീട്ടുകാർ ഇതൊന്നും അറിയുന്നില്ലല്ലോ, മക്കൾ കാണിച്ചു കൂട്ടുന്ന വേലകൾ. അതുകൊണ്ട് നടന്നു പോയിട്ട് റെയിൽവേ അങ്ങനെ അവിടുന്ന് വെള്ളം കുടിച്ചതിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ ആ വീട്ടുകാരോട് ഫോൺ വാങ്ങിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അവൻ്റെ അച്ഛനെ വിളിച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ വിളിച്ചു. പിന്നെ അച്ഛനെ അവനെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ കാര്യം ആ വീട്ടുകാർ നമ്മളോട് പറയുന്ന സമയത്ത് എന്ത് ചെയ്തു, ആ വീട്ടുകാരൻ എന്ത് ചെയ്തിട്ടുണ്ട് ആ അച്ഛൻ്റെ നമ്പറിലോട്ട് ഒന്നുകൂടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ സേഫായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. അവന് കുറച്ച് പേടി കൂടുതലുള്ള കൂട്ടത്തിലാണെന്നൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് അച്ഛനെ വിളിച്ചതിന് ശേഷം അച്ഛൻ വന്ന് കൂട്ടിക്കൊണ്ട് പോയപ്പോൾ ഈ പയ്യൻ വിളിക്കണത് ആ വീട്ടുകാരെ ഫോൺ മേടിച്ചിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ആ വീട്ടുകാർക്ക് ഒരു സംശയം, ഈ കുട്ടി എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയല്ലേ, രാത്രി 9 മണിക്കല്ലേ പോണത്. അപ്പോൾ പിന്നെ വിളിച്ച് ചോദിക്കാം വീടെത്തിയാ എന്താണെന്നുള്ളത്. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ കുഴപ്പമില്ല, വീടെത്തി, അവൻ ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് എന്നൊക്കെയാണ് വീട്ടുകാർ പറയണത്. അവരാ വീട്ടുകാർ ഫോൺ വിളിച്ച് വീട്ടുകാരോട് പറയുന്നത്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ എന്ത് കാര്യങ്ങളുണ്ട് വെച്ചെങ്കിലും സ്റ്റേഷനിൽ വിളിച്ച് അറിയിക്കണം എന്നുള്ള വെച്ച് പോകുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞതായിരുന്നു. ആ അടിസ്ഥാനത്തിൽ നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്തു, 10:22 ഞാൻ എന്ത് ചെയ്യുന്നത്, കരുവാരുണ്ട് SHOക്ക് അവൻ്റെ അച്ഛൻ്റെ നമ്പർ കൈമാറുന്നത്. 10:45 ആകുമ്പോൾ ഞാൻ ഒന്നുകൂടി അവൻ്റെ ഫോട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനും വേണ്ടിയിട്ട് SHOക്ക് ഒന്നുകൂടി കോൺടാക്ട് ചെയ്തിരുന്നു. കാരണം ഇവിടെ ഈ സ്റ്റേഷൻ മാഷും അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഒരു സംശയമായി, ഇവനെ ഈ ഭാഗത്ത് ഇവനെ ഉച്ചയ്ക്കായിരുന്നാലും വൈകിട്ടായിരുന്നാലും ആ സമയങ്ങളിൽ അവനെ ഇങ്ങനെ അവനെ കണ്ട് ഒരുപാട് പേര് കണ്ടെങ്കിലും അവനങ്ങനെ ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ കറങ്ങി നടന്നത് എല്ലാം ഊഹിച്ച് നോക്കിയപ്പോൾ എന്തോ ഒരു ഡൗട്ട് തോന്നിയാണ് ഈ പയ്യനിലേക്ക് പോയത്. അപ്പം ഇന്നിപ്പം കുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുകയും ചെയ്തു, പെൺകുട്ടിയുടെ. ഒരുപാട് ആളുകൾ കണ്ടിട്ടുണ്ട്, ഒന്ന് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. SHO പറഞ്ഞത് കസ്റ്റഡിയിലാണ് എന്നുള്ളതാണ്. അതായത് ഇന്നലെ രാത്രിയാണ്, അതായത് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി സ്കൂളിലേക്ക്, അതായത് ഈ കുട്ടിയുടെ അമ്മയും സഹോദരിയും 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അത് ആ കുട്ടിയും ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഈ സ്കൂളിന് സമീപത്തെ ഒരു സ്ഥാപനത്തിലാണ് കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചാണ് സാധാരണഗതിയിൽ സ്കൂളിലേക്ക് വരാറുള്ളത്. അതുപോലെ ഇത്തവണയും ഇന്നലെയും സ്കൂളിലേക്ക് വന്നു, അമ്മയും സഹോദരിയും അടക്കം. അപ്പോൾ അമ്മ ജോലിക്ക് പോയി, സഹോദരി സ്കൂളിൽ കയറി. എന്നാൽ ഈ കുട്ടി സ്കൂളിൽ കയറിയില്ല. ഈ സമയത്ത് ഈ ആൺസുഹൃത്ത് സ്കൂൾ പരിസരത്ത് ഉണ്ടായിരുന്നു. ഈ ആൺസുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന പയ്യൻ. ഇവർ കുറച്ച് നാളുകൊണ്ട് സ്നേഹത്തിലാണ്. ഇവന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ കൊച്ചു പിള്ളേരെ കാര്യമൊന്നും പറയണ്ടല്ല. അവരൊക്കെ എന്തെല്ലാം രംഗങ്ങളാണ് വീട്ടിൽ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കണതും, കഞ്ചാവും മയക്കുമരുന്ന് ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളിലേക്കാണല്ലോ കൂടുതലും കുട്ടികൾ പോണത്. പോരെങ്കിൽ സ്കൂളുകളിൽ എത്തിച്ചു കൊടുക്കാൻ തന്നെ കാണുമല്ലോ കുറേ എണ്ണം. ഇതിനി എന്താണ്
എന്നുള്ളത് ഇനി കണ്ടറിയാം. സുഹൃത്ത് +2 വിദ്യാർത്ഥിയാണ്, ഇതേ സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്കൂളിലേക്ക് വരാറില്ല. ഇന്നലെ ആണ് ദിവസങ്ങൾക്ക് ശേഷം സ്കൂളിലേക്ക് വരുന്നത്. അത് യൂണിഫോമിലായിരുന്നില്ല എന്നാണ് കണ്ടവർ പറയുന്നത്. അങ്ങനെ ഈ പെൺകുട്ടിയുമായി അവിടെ നിന്ന് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ റെയിൽവേ ട്രാക്ക് പരിസരത്തേക്ക് വരികയാണ്. വൈകുന്നേരം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം. കാരണം വൈകുന്നേരം 6:30 അമ്മയ്ക്ക് വിളിക്കണത്. ഇപ്പോൾ സ്കൂൾ വിട്ട് വരുന്ന സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ അടുത്ത് തന്നെ എത്താറായി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ അത്രയും നടക്കണത്, ഈ കുട്ടിയെ കൊല്ലണത്. കൂടിയാണ് ഈ പെൺകുട്ടി അമ്മയെ വിളിക്കുന്നത്. താൻ ഇവിടെ ഉണ്ടെന്നും താൻ ഉടനെ എത്തും, പേടിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പിടിക്കുന്നത്. ഇത് ഈ പുള്ളിപ്പാടം എന്ന് പറയുന്ന പ്രദേശമാണ്. ഇത് ഈ റെയിൽവേ ട്രാക്കിൽ നിന്ന് മുകളിലേക്ക് മാറിയ വലിയൊരു കുറ്റിക്കാടാണ്. ഈ കുറ്റിക്കാട് പ്രദേശത്താണ് മൃതദേഹം കണ്ടത്. എന്ന് വെച്ചാൽ ഇന്നലെ 6:30 കൂടി ഈ കുട്ടി അമ്മയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം 8:30 കൂടിയാണ് ഏതാണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ, അതായത് തൊടികപ്പുലം. എന്തായാലും ഈ കുട്ടിയെ കൊന്നു. ഈ ആൺകുട്ടിയുടെ പേരോ ഫോട്ടോയോ ഒന്നും പബ്ലിക് ആക്കിയിട്ടില്ല, പേരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പം ഇത്രത്തോളം ക്രൂരത ഇങ്ങനെ ചെയ്യണത്, ഇതിപ്പോൾ വലിയോരെ കൊണ്ട് പോലും പറ്റാൻ വയ്യാത്തൊരു രംഗമാണ് ഇത് കാണിച്ചു വെച്ചിരിക്കണം. അപ്പോൾ ഓരോ കുട്ടികളെ മനസ്സിൽ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ ഇപ്പോൾ ഒരു സൂചന കിട്ടിക്കഴിഞ്ഞു. ഇപ്പോഴും ഇനി ഓരോ കുട്ടികളെ മനസ്സിൽ ഇങ്ങനെ കാണൂലേ ഇത്? എന്തുകൊണ്ട് ഈ പേര് വെളിപ്പെടുത്തണമായിരുന്നു? ഞാൻ ഒരുപാട് ഈ ന്യൂസിലൊക്കെ ഞാൻ കമൻറ്റുകൾ കണ്ടായിരുന്നു. എന്തുകൊണ്ട് പേര് വെളിപ്പെടുത്തുന്നില്ല, എന്തുകൊണ്ട് അവൻ്റെ ഫോട്ടോ വെളിപ്പെടുത്തുന്നില്ല? ഓരോ കുട്ടികളും ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ കുട്ടികൾ നേരം വെളുത്തിറങ്ങി പോകുന്നു, സ്കൂളിലേക്കാണോ പോകുന്നത്, ഒന്ന് സ്കൂളിൽ അന്വേഷിക്കുക. എങ്കിൽ ചോദിക്കും, ഇപ്പം എന്നും വിളിച്ച് ചോദിക്കാൻ പറ്റുമോ എന്ന്? എന്നും വിളിച്ച് ചോദിക്കാൻ പറ്റൂല. ഇപ്പോൾ ഉള്ള കുട്ടികൾ അങ്ങനെയല്ല. വീട്ടിലെന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് പോലും വഴക്ക് പറഞ്ഞാൽ അവർ ഒന്നുകിൽ പിണങ്ങിപ്പോയിരിക്കും. അവർ എന്ത് കാരണം കൊണ്ടാണ് ഇറങ്ങിയത് എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കുമ്പോഴാണ് പറയണത്. അത് ഒന്നുകിൽ മൊബൈൽ എടുത്തതിന് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രശ്നത്തിന് പഠിക്കാത്തതിന് വഴക്ക് പറഞ്ഞ്, ഇതൊക്കെയാണ് അവർ ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നത്. ഈ പയ്യൻ്റെ കൂടെ പോവാതിരുന്നു എങ്കിൽ ഇതിന്ന് മരിക്കുമായിരുന്ന. അപ്പോൾ ഒന്നുകിൽ അതിന് മുമ്പേ 2 പ്രാവശ്യം ഇതിനെപ്പറ്റി വിലക്കി എന്ന് പറയുന്നു പോലീസ് സ്റ്റേഷനിൽ. അങ്ങനെ എങ്ങാണ്ട് അറിയിക്കുമോ, അങ്ങനെ എങ്ങാണ്ടൊക്കെ ചെയ്തിരുന്നു. വിലക്കിയപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? അവൻ്റെ വീട്ടിലും കൂടെ പറഞ്ഞിട്ട് അത് അവനൊരു താക്കീത് കൊടുക്കണം. അല്ലെങ്കിൽ ഏതോ ന്യൂസിൽ ഞാൻ കണ്ടതാണ്, എന്തോ ഇത് കഞ്ചാവോ ഇതങ്ങനെ എങ്ങാണ്ട് വലിച്ചു കയറ്റിയിട്ട് ചെയ്തതായിരിക്കാം. ഇപ്പോൾ ഉള്ള പിള്ളേരങ്ങനെ തന്നെ, 10 വയസ്സ് തൊട്ട് 10 വയസ്സ് പോലും ആവണ്ട. അപ്പോൾ നമ്മൾ എത്ര നല്ലതുപോലെ മക്കളെ വളർത്തിയാലും അവരല്ലാതായി തീരേണു. പിന്നെ അവർക്ക് ആരാണെന്ന് പോലും വീട്ടിലുള്ളവരെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്ത് 2 ദിവസം മുമ്പ് ഒരു പെൺകുട്ടിയെ കാണാതെ പോയി. ഒരു 16 വയസ്സായ പെൺകുട്ടിയെ, 16 വയസ്സാണ് ഉണ്ടായ ഒരു പെൺകുട്ടിയെ കാണാതെ പോയിട്ട് അതിനെ കിട്ടണത് പിറ്റെന്നാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറുന്നത് ഉണ്ടായിരുന്നു, CCTVയിൽ തെളിഞ്ഞു. പിന്നെ അതിനെ കിട്ടണത് എവിടെ നിന്നാണ്? ഹൈദരാബാദിൽ നിന്നാണ് കിട്ടണത്. ഇത് ഇങ്ങനെയൊക്കെ പോണ കുട്ടികളെ ഇത് അറിയാൻ വയ്യാതെ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് സുഹൃത്തിൻ്റെ കൂടെ അല്ലാതെ ആയിരുന്നാൽ തന്നെ പോകുമ്പോൾ സംശയം കൊണ്ട് പലരും ചിലപ്പോൾ അറിയാൻ പറ്റൂല, എങ്ങോട്ടെങ്കിലും തട്ടിക്കൊണ്ട് പോണത് കാണും. ഇങ്ങനെയൊക്കെ ഇറങ്ങിപ്പോണ കുട്ടികളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ വിചാരിക്കും നിങ്ങളിങ്ങനെ ഇറങ്ങിപ്പോയി നാട് കാണാം കണ്ടിട്ട് വരാമെന്ന്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് ഇറങ്ങേ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഉള്ളവന്മാരെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. അവന്മാർ നല്ലോമാരൊന്നുമല്ല, എല്ലാവരും നല്ലോമാരൊന്നും ആയിരിക്കൂല. കൊണ്ടുപോയി പിശാചുക്കളെ കാട്ടിയും കഷ്ടമായിട്ടാണ് ഇപ്പോൾ ഉള്ള മനുഷ്യർ പിച്ചി ചീന്തും കൊണ്ടുപോയി. അതുകൊണ്ട് ഓരോ കുട്ടികളും ഓർമ്മിക്കുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഓരോരുത്തന്മാർ വിളിക്കുമ്പം കൊച്ചുകുട്ടികൾ നിങ്ങൾ വിചാരിക്കും കൊച്ചല്ലേ, കൊച്ചുകുട്ടികൾ ചിലപ്പോൾ വിചാരിക്കും അതും കൊച്ചല്ലേ, അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടപ്പെടണതല്ലേ എന്ന് വിചാരിച്ച് ഇറങ്ങിപ്പോയ അവസ്ഥ കണ്ടില്ലേ. അമ്മ അടുത്തൊരു ഷോപ്പിൽ അങ്ങനെ എങ്ങാണ്ട് ജോലിക്ക് പോയി. ഇളയ കുട്ടി ഈ മൂത്ത കുട്ടി പഠിക്കുന്ന സ്കൂളിലായിരുന്നു. ആ കുട്ടി ആ സ്കൂളിൽ കയറി ഇത് സ്കൂളിൻ്റെ നട വരെ വന്നിട്ട് ഈ പയ്യൻ വിളിച്ചുകൊണ്ട് അങ്ങ് പോയിട്ട് ഇതായിരുന്നു. വൈകിട്ട് വരെ അവിടെ കറങ്ങി തിരിഞ്ഞ് നടന്നിട്ട് രാത്രി 8:30 വെച്ച് സംഭവമാണ്. ചില ന്യൂസിൽ വാർത്ത കണ്ടു 3-4 പേര് ആ
കാട്ടിൻ്റെ അതിലേ ഇറങ്ങി പോകുന്നത് കണ്ടു. ഇനി ഈ കുട്ടി മാത്രമല്ലേ, ഇനി വേറെ ആരെങ്കിലും കൂടി ചെയ്തതാണോ, എവരെന്ന് ഈ പയ്യൻ്റെന്ന് ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് ഇനി വേറെ ആരെങ്കിലും ചെയ്തതാണോ, ഈ പയ്യൻ്റെ അടുത്ത് ഇനി പറയരുതെന്ന് പറഞ്ഞോ? എന്തായാലും ഇനി ആ 4 പേര് ഇനി അതിന് ഉത്തരവാദിയാണോ എന്നൊന്നും അറിയാൻ വയ്യ. 4 പേരും അതുവഴി ഇറങ്ങിപ്പോയതായിട്ട് ഇങ്ങനെ ന്യൂസിൽ കണ്ടായിരുന്നു. ഒന്നും അറിയാൻ വയ്യ. ഇനിയിപ്പോൾ പോലീസ് എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ കഴുത്ത് ഞെരിച്ച് കൊന്നു, പീഡിപ്പിച്ചു എന്നുള്ളത് അത് പറഞ്ഞെന്ന് പറയണ്. ഇനി പേടിച്ച് പറയണതാണോ എന്താണെന്നൊന്നും അറിയാൻ വയ്യ. എന്തായാലും പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ അറിയാൻ പറ്റും ഓരോ മക്കൾ കാണിച്ചു കൂട്ടുന്ന വേലകൾ.